Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തേ? ഏത് ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ കഴിഞ്ഞ ക്ലാസ്സില്? Blood bank. ബ്ലഡ് ബാങ്ക്. Blood bank. ബ്ലഡ് ബാങ്കില് നമ്മള് എന്തൊക്കെ പഠിച്ചു? ബ്ലഡ് ബാങ്കില് എന്തൊക്കെയാ പഠിച്ചേ? പറയൂ. ആരുമില്ല? ആരെങ്കിലും ഒരാള്? Function. ഏതിനെ പറ്റിയാ പഠിച്ചിരുന്ന കഴിഞ്ഞ ക്ലാസ്സില്? എനിവൺ? ബ്ലഡിന്റെ ടൈപ്പുകൾ ഏതെല്ലാമാണ്? ബ്ലഡ് ടൈപ്സ് അല്ലെ? ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയായിരുന്നു? ആയിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മൾ തിരിച്ചത് അല്ലെ? ആ കോളം വരച്ച് എഴുതിയില്ലേ നമ്മള് അല്ലെ? എല്ലാരും എഴുതിയിരുന്നില്ലേ? എഴുതി. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ബ്ലഡിന്റെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ആ ഗ്രൂപ്പുകൾ നമ്മൾ കോളം വരച്ച് നമ്മൾ എഴുതി വെച്ചു അല്ലെ? അപ്പോ എന്താണ് അടുത്തതായിട്ട്? വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് അല്ലെ? അതല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. അപ്പൊ അതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഓക്കെ, അപ്പൊ ആ ഗ്രൂപ്പുകളെ പറ്റി പഠിച്ചല്ലോ അല്ലെ? അപ്പൊ ഗ്രൂപ്പുകളില് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓക്കെ. ദെൻ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് ആയിരുന്നു? ഗ്രൂപ്പ് ആയിരുന്നു. ദെൻ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓ ഗ്രൂപ്പ്. ആന്റിബോഡീസ് ഇല്ലാത്തതോ? ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി റെയർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. റെയർ ആയിട്ട് വളരെ റെയർ ആയിട്ട് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? കോമൺ ബ്ലഡ്. അപ്പോ ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജൻ എന്താണ്? ആന്റിജൻ അതെ, ഗ്രൂപ്പ് നിർണയിക്കുന്ന ഘടകത്തെ പറയുന്നതാണ് ആന്റിജൻ എന്നല്ലേ? അപ്പോ ആന്റിബോഡി എന്തായിരിക്കും? ആന്റിജനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ. അതെ, ആന്റിജനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എല്ലാം ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയാലാണ് നമുക്ക് നിങ്ങൾക്ക് മറുപടി തരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. നമ്മൾ ടൈപ്പിംഗ് പറഞ്ഞു അല്ലെ? അപ്പൊ ടൈപ്പിംഗിലാണ് നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഗ്രൂപ്പുകളാക്കിയൊക്കെ എഴുതിയത്. അപ്പൊ ടൈപ്പിംഗിൽ എന്താണ് പറയുന്നത്? ടൈപ്പിംഗില് ആദ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും അല്ലെ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോ ആ ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ആ ബ്ലഡ് ലാബിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ നടക്കും അല്ലെ? ആ പ്രിലിമിനറി ടെസ്റ്റുകളിൽ ഒന്നാമത്തേതാണ് ബ്ലഡ് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ടൈപ്പിംഗിൽ എന്താണ് അവിടെ ചെയ്യുന്ന കാര്യം? ആ വന്നിരിക്കുന്ന ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആ ബ്ലഡ് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ? ഏത് ബ്ലഡ് ഗ്രൂപ്പിലുള്ളതാണ്? എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ആ 4 ബ്ലഡ് ഗ്രൂപ്പിലും ഏത് ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ആ ടെസ്റ്റിൽ പറയുന്നത്. രണ്ടാമത്തത് എന്താണ് നമ്മൾ പറഞ്ഞേ? RH ടൈപ്പിംഗ് അല്ലെ? RH ടൈപ്പിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ അല്ലെ? RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ RH ഫാക്ടർ എന്താണ്? RH ഫാക്ടർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു അല്ലെ? RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റിസസ് ഫാക്ടർ. റിസസ് അല്ല, റിസസ്. RHESUS റിസസ് ഫാക്ടർ എന്നറിയപ്പെടുന്നു അല്ലെ? ഇനി ഈ റിസസ് ഫാക്ടർ എന്തിനാണ് റിസസ് ഫാക്ടർ ബ്ലഡില്? എന്താണെന്നാ പറഞ്ഞ ബ്ലഡിലെ റിസസ് ഫാക്ടർ?
ബ്ലഡിനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെ, രക്തഗ്രൂപ്പുകള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്നത് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റിസസ് ഫാക്ടർ അല്ലെങ്കിൽ ഈ RH ഫാക്ടർ കണ്ടെത്തിയത് കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം റിസസ് എന്ന് പറയുന്ന മഞ്ചിയിൽ അല്ലെ, റിസസ് എന്ന് പറയുന്ന കുരങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മങ്കിയോടുള്ള മങ്കിയുടെ ആ പേരിനെ എടുത്തിട്ടാണ് ഈ റിസസ് ഫാക്ടറിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ റിസസ് ഫാക്ടർ എന്ന് പറയുന്ന ആ ഫാക്ടർ കണ്ടുപിടിച്ചത് ആരായിരുന്നു? കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ റിസസ് എന്ന് പറയുന്ന മങ്കിയിലായിരുന്നു നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ വഴി അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? RBCയുടെ മുകളിലായിട്ട് ഒരു പ്രോട്ടീൻസ് ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ ആ പ്രോട്ടീൻസിനെ അദ്ദേഹം പേര് നൽകിയതാണ് റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ എക്സ്പെരിമെന്റിൽ നിന്നും അദ്ദേഹം ഒരു പ്രോട്ടീൻ ബ്ലഡിലുണ്ടെന്ന് കണ്ടെത്തി. ആ ബ്ലഡിലുള്ള പ്രോട്ടീനെ അദ്ദേഹം പേര് നൽകിയത് റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പേര് നൽകി. റിസസ് എന്ന് പറഞ്ഞ പേര് എവിടെ നിന്നാണ് കിട്ടിയത്? ആ റിസസ് മങ്കിയിലാണ് എക്സ്പെരിമെന്റുകൾ നടത്തിയത്. അതുകൊണ്ട് അവിടെ ഐഡന്റിഫൈ ചെയ്ത പ്രോട്ടീനെ അദ്ദേഹം റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പേര് നൽകി. ഈ റിസസ് ഫാക്ടർ എന്ന് പറയുന്നത് കാർൽ ലാൻഡ്സ്റ്റൈനർ കേട്ടോ, കാർൽ ലാൻഡ്സ്റ്റൈനർ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമാണ് കേട്ടോ. കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോട്ടീൻ കണ്ടെത്തുകയും അതിനെ RH ഫാക്ടർ എന്ന് പറയുകയും ചെയ്തു അല്ലെ, പേര് നൽകുകയും ചെയ്തു. അപ്പൊ ഈ RH ഫാക്ടർ ബ്ലഡിൽ പ്രസന്റ് ആണെങ്കിൽ, ഈ ബ്ലഡിൽ ഈ RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് എന്താവും? പോസിറ്റീവ് ബ്ലഡും. ബ്ലഡിൽ ഈ RH ഫാക്ടർ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ല അല്ലെങ്കിൽ പ്രോട്ടീൻ ആബ്സെന്റ് ആണ് ഈ ബ്ലഡിൽ എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? RH നെഗറ്റീവ് ആയിരിക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? RH ഫാക്ടർ അല്ലെങ്കിൽ RH ടൈപ്പിംഗിൽ എന്താ പറയുന്നത്? RH ഫാക്ടർ എന്ന് പറയുന്നത് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ RH ഫാക്ടറിനെ നമ്മുടെ മറ്റൊരു പേരാണ് റിസസ് ഫാക്ടർ അല്ലെ. ഈ റിസസ് ഫാക്ടർ എന്ന് പറയുന്ന റിസസിനെ ഷോർട്ട് ചെയ്താണ് നമ്മൾ RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം റിസസ് എന്ന് പറയുന്ന കുരങ്ങുകളിലായിരുന്നു എക്സ്പെരിമെന്റുകൾ നടത്തിയിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ വഴി അദ്ദേഹം ബ്ലഡിൽ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന്, ഒരു പുതിയ പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ പ്രോട്ടീൻ അദ്ദേഹം റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പേര് നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഈ RH ഫാക്ടർ അല്ലെങ്കിൽ ഈ RH പ്രോട്ടീൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവ പോസിറ്റീവും, RH നെഗറ്റീവ് ആണെങ്കിലോ അവിടെ ഈ ഫാക്ടർ ഇല്ല. ഓക്കെ, ഈ ഫാക്ടർ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ നെഗറ്റീവുമായിരിക്കും. ക്ലിയർ ആയോ? അപ്പോ ഇങ്ങനെ പ്രിലിമിനറി ടെസ്റ്റുകൾ വഴി ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്തുന്നു. വരുന്ന ഡോണർ തന്ന ആ ബ്ലഡില്, ഡൊണേറ്റ് ചെയ്ത ആ ബ്ലഡില് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് ആദ്യം ടൈപ്പിംഗ് വഴി നോക്കും. രണ്ടാമത്തത് RH പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യും അല്ലെ. മൂന്നാമതായി എന്താ? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് may cause complications in the recipient, that is transfusion reaction test. അതായത് എന്താണ്? ഈ റെസിപ്പിയന്റ് അല്ലെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് ഡോണറും ബ്ലഡ് സ്വീകരിക്കുന്ന ആള് റെസിപ്പിയന്റും ആണ് അല്ലെ. അപ്പൊ ഈ റെസിപ്പിയന്റ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആന്റിബോഡീസ് എന്തെങ്കിലും, റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്തെങ്കിലും ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കുന്നു. ഓക്കെ,
എന്താണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്? റെസിപ്പിയന്റിന്, അതായത് ബ്ലഡ് സ്വീകരിക്കുന്ന റെസിപ്പിയന്റിന് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും രീതിയിലുള്ള ആന്റിബോഡീസോ കാര്യങ്ങളോ നമ്മുടെ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ. അതായത് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് ഇങ്ങനെയുള്ള ആന്റിബോഡീസ് ഈ കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ആന്റിജൻസ് ചിലപ്പോ ആ റെസിപ്പിയന്റെ ബോഡിയിൽ ഉണ്ടാവാം, അല്ലെ? അപ്പൊ അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അവിടെ അവരുടെ കണ്ടീഷൻ എന്താവും? സിവിയർ ആവാനായിട്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ട്, ആ പേഷ്യന്റിന്റെ ആ ഒരു സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അവിടെ ഒരു റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ആന്റിബോഡീസും ആന്റിജൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് ആ പേഷ്യന്റിന് ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ ആ റെസിപ്പിയന്റിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ആന്റിബോഡീസോ ആന്റിജൻസോ ഒക്കെ ഈ ബ്ലഡിൽ ഉണ്ടോ, കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടോ എന്ന് സ്ക്രീനിങ് ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കുന്നു. ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ്. അതായത് നിലവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, ഇനി മുൻപ് പാസ്റ്റ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ സ്ക്രീനിങ് വഴി ചെക്ക് ചെയ്യുന്നു. അതായത് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ്, അല്ലെ? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ഹെപ്പറ്റൈറ്റിസ് ലിവറിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലെ? കരൾ വീക്കം എന്നൊക്കെ പറയും. ഇനി ഇവിടെ ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറയുന്നത് 5 ടൈപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 5 ടൈപ്പ് വൈറസ് ആയിട്ടാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ. അങ്ങനെ 5 ടൈപ്പ് വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ. ഓക്കെ, 5 എണ്ണം ഉണ്ട്. അതില് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. ഓക്കെ, അതിന്റെ എങ്ങനെയാണ് പകരുന്നത്? ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ബിയും സിയും പകരുന്നത്. മറ്റു 3 എണ്ണം എ, ഡി, ഇ, ഇവ 3ഉം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് പകരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി മാത്രം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രമാണ് അവിടെ പകർച്ച അതിന്റെ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ പകരുന്നത്? മറ്റു 3 എണ്ണം പകരുന്നത് എങ്ങനെയാ? ഫുഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ, അല്ലെ? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ്. അതുകൊണ്ട് അതിവിടെ പ്രശ്നമില്ല. അതേസമയം ഇത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്നതാണ് ബിയും സിയും. അപ്പൊ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്, അല്ലെ? അപ്പൊ ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻസിലോട് ഈ ബ്ലഡ് എന്താണ്? ആരിൽ നിന്നാണോ ഇത് കിട്ടിയത്, ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് ആരുടെ ആണോ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള വൈറസുകൾ ഈ റെസിപ്പിയനിലോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെ? അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി എന്ന് പറയുന്നത് എന്ത് രോഗത്തിനാ കാരണമാവുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് എന്ത് രോഗമാണ്? ഹെപ്പറ്റൈറ്റിസ് ബി കേട്ടിട്ടില്ലേ? അറിയോ ആർക്കെങ്കിലും? liver disease. ലിവർ ഡിസീസ് ആണ്. പറഞ്ഞോളൂ. മഞ്ഞപ്പിത്തം, അല്ലെ? മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ്, അല്ലെ? നമ്മൾ പറയും. അപ്പൊ ഈ മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ടുള്ള ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആ മഞ്ഞപ്പിത്തത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ വൈറസ് ബി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി കൊണ്ട് ഉണ്ടാകുന്ന രോഗമായതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് നമ്മൾ മഞ്ഞപ്പിത്തത്തിനെ പറയാറുണ്ട്. അപ്പൊ അത് ഒരു വൈറസ് ആണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നതും കരളിനെ ബാധിക്കുന്ന ഒരു സാംക്രമിക വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടും കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുത്തുന്ന 2 വൈറസുകളാണ്. ഇവിടെ ബിയും സിയും മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവ രണ്ടും ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. ബാക്കി 3 എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പൊ അത് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? അത് ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ബ്ലഡിലൂടെ ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ വൈറസുകൾ ഉണ്ടോ എന്ന് നോക്കുന്നു. ഞാൻ അടുത്ത ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV, അല്ലെ? എന്ത് കോസ് ചെയ്യുന്നതാ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV. ഒന്ന് പറയോ ആരെങ്കിലും?
ഏത് രോഗത്തെ ഉണ്ടാക്കുന്ന ഈ വൈറസ് ഇതുവരെ എന്ത് രോഗമാണ്? വെരി ഗുഡ്, എയ്ഡ്സ് ആണ് ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം എന്താണ് പറഞ്ഞല്ലോ? ബോഡി ഫ്ലൂയിഡ്സ് വഴി പകരുന്ന ഡിസീസ് വഴിയാണ് പകരുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അല്ലെ? അപ്പോ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ HIV എന്ന് പറയുന്ന ആ വൈറസ് നമ്മൾ ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. കാരണം എന്താ, ഇത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ഇത് പകരും അല്ലെ? അപ്പോ അത് മറ്റൊരു രോഗിയിലെ മറ്റൊരു രോഗിയിലേക്ക് പകർന്ന് നൽകാനായിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്കുകൾ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ HIV അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതിന്റെ ഷോർട്ട് ഫോം ഒക്കെ ചോദിക്കുക കേട്ടോ എക്സാമിന്. അപ്പൊ അതുകൊണ്ട് രണ്ടും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഈ HIV വൈറസ് എന്ന് പറയുന്നതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നും ടെസ്റ്റ് ചെയ്യുന്നു, സ്ക്രീനിങ് വഴി നോക്കുന്നു. ദെൻ ട്രിപ്പോണിമ പാലിഡം. ഈ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത് സിഫിലിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. മറ്റേതിനൊക്കെ നമ്മുടെ വൈറസുകളായിരുന്നു. ഈ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൻ ഇൻഫെക്ഷൻ ആണ്. അതെന്ത് രോഗത്തിനാ? സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയും മലയാളത്തില്. ഇതും ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതെന്താണ്, ലൈംഗിക ബന്ധത്തിലൂടെയാണ് കൂടുതലും പകരുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയും പകരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ബ്ലഡിൽ പ്രസന്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്നുകൂടി സ്ക്രീനിങ് വഴി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ഡൊണേറ്റ് ചെയ്ത ബ്ലഡില്. ഓക്കെ, അപ്പൊ 4 പോയിന്റ്സ് ആണ് നമ്മള് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ നോക്കിയത്. അതായത് ചില പ്രിലിമിനറി ടെസ്റ്റുകൾ ലാബിൽ വെച്ചിട്ട് ഈ ഡൊണേറ്റ് ചെയ്ത ബ്ലഡിൽ നടത്തുന്നുണ്ട്. ആ പ്രിലിമിനറി ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് ടൈപ്പിംഗ് അല്ലെ? ബ്ലഡ് വന്നിരിക്കുന്ന ബ്ലഡ് A ആണോ, B ആണോ, AB ആണോ, O ആണോ, അങ്ങനെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് ആദ്യം നോക്കും. രണ്ടാമത്തത് അത് RH പോസിറ്റീവ് ആണോ, RH നെഗറ്റീവ് ആണോ എന്നത് നോക്കുന്നു. ഇനി മൂന്നാമത് എന്താ പറയുന്നത്? എന്താണ്, സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് സ്വീകരിക്കുന്ന ആ റെസിപ്പിയന്റിന് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആന്റിബോഡീസ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ആ ബ്ലഡിന് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലെ? അവിടെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് നടക്കുകയും ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും ആ രോഗിയുടെ കണ്ടീഷൻ സിവിയർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റിന് വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത രീതിയിലായിരിക്കണം അവിടെ ബ്ലഡ് ഡൊണേഷൻ നടക്കേണ്ടത് അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫർ നടക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ആന്റിബോഡീസോ ആന്റിജനോ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? നിലവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയുടെയും പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV പ്രസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ട്രിപ്പോണിമ പാലിഡം സിഫിലിസിന് കാരണമായ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്. ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് സിഫിലിസിന് കാരണമായിട്ടുള്ളത്. ഇവയെല്ലാം ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇത്രയും വൈറസുകളും ബാക്ടീരിയാസും ഒക്കെ ഉണ്ടോ എന്നുള്ളത് സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി പ്രിലിമിനറി ടെസ്റ്റിൽ ഉൾപ്പെടുത്തി ചെക്ക് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇതില് തേർഡ് പോയിന്റ് ഇല്ലായിരുന്നോ? ആന്റിബോഡീസ് റെസിപ്പിയൻസിന്റെ അതെങ്ങനെയാ നോക്കുന്ന പറഞ്ഞില്ലായിരുന്നോ? അത് ഓരോ ബ്ലഡ് നമ്മൾ കൊടുത്ത് ആ ബ്ലഡ് ബാങ്കിൽ വെക്കുന്ന സമയത്താണോ ചെയ്യുന്നത്? അത് ഓരോ പേഷ്യൻസിനനുസരിച്ച് അത് മാറൂലേ കൊടുക്കുന്ന ഡൊണേറ്റ്? അപ്പൊ ആ സമയത്താണോ നോക്കുക? അതെ അതെ, ബ്ലഡ് ബാങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും. ബ്ലഡ് ബാങ്കിൽ എത്തുമ്പോൾ തന്നെ ഈ ബോഡിയിൽ അങ്ങനെയുള്ള ആന്റിബോഡീസോ ആന്റിജൻ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് അവര് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കും എന്തൊക്കെയുണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് ഡോണറിന്റെയും ബ്ലഡ് ചെക്ക് ചെയ്യും. അപ്പോ ഡോണറിന്റെ ബ്ലഡില് അല്ലെങ്കിൽ റെസിപ്പിയന്റ് ബ്ലഡില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടത്തിയിട്ട് മാത്രമേ അവിടെ ബ്ലഡ് ആ ഡോണറിലേക്ക് റെസിപ്പിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ അങ്ങനെ ഒരു താരതമ്യം അല്ലെങ്കിൽ അത് അനുയോജ്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അവരുടെ ബോഡിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പൊ അവിടെ വെച്ച് അവിടെ ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത
എന്താണ് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് അല്ലെ? ബ്ലഡ് ടൈപ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ബ്ലഡ് ടൈപ്പുകള് ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഓൾറെഡി കോളം വരച്ച് പഠിച്ചു അല്ലെ? അക്കോർഡിംഗ് ടു ദി അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്കിന്റെ അമേരിക്കൻ അസോസിയേഷൻ അതാണ് ഇതിന്റെ പ്രധാന അതോറിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ മെയിൻ അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ആണ്. ഓക്കെ, അതിന്റെ ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ്, അതായത് ബ്ലഡ് ബാങ്കിൽ എത്രത്തോളം ബ്ലഡ് ഏതൊക്കെ ബ്ലഡ് ടൈപ്സ് ആണ്, എത്രത്തോളം പെർസെന്റേജ് ആണ് അവിടെ ഡെലിവറീസ് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു കണക്കാണ്, പെർസെന്റേജ് കണക്കാണ് ഇവിടെ പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെച്ചാൽ മാത്രം മതി, ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. അപ്പോ ജസ്റ്റ് നിങ്ങൾ ആ ഒരു എന്താണ് പെർസെന്റേജ് എത്രയാണ് എന്നുള്ളത് മാത്രം വായിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെയാ പറയുന്നത്? ORH പോസിറ്റീവ് ആണെങ്കിൽ 39% ആണ്, BRH പോസിറ്റീവ് ആണെങ്കിൽ 9% ഉണ്ട്, ABRH പോസിറ്റീവ് 3% ആണ്, ORH നെഗറ്റീവ് എന്ന് പറയുന്നത് 9% ആണ്, ARH പോസിറ്റീവ് 31% ഉണ്ട്, ARH നെഗറ്റീവ് ആണെങ്കിലോ 6% ഉണ്ട്, BRH നെഗറ്റീവ് ആണെങ്കിൽ 2%, ABRH നെഗറ്റീവ് ആണെങ്കിൽ 1%. അപ്പൊ ഇതിൽ ജസ്റ്റ് പെർസെന്റേജ് കണക്കാണ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ കണക്കനുസരിച്ചിട്ട് എത്രത്തോളം ബ്ലഡ് ടൈപ്പുകൾ എത്ര പെർസെന്റേജ് ഡെലിവർ ചെയ്യുന്നു ബ്ലഡ് ബാങ്കിൽ നിന്നും എന്നുള്ള ഒരു പെർസെന്റേജ് കണക്കാണ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുന്ന വെറുതെ ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മാത്രം മതി. ആ പെർസെന്റേജുകളോ കാര്യങ്ങളോ ഒന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടില്ല, അങ്ങനെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗവും അല്ല കേട്ടോ. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. Then what are the constant of blood bank? ബ്ലഡിലെ കോൺസ്റ്റന്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ ബ്ലഡിലെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാല് ശരീരത്തിലെ ദ്രവ്യങ്ങള്, ബ്ലഡ്, ലിംഫ്, അതുപോലെയുള്ള എന്താണ് സെമൻ, അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആണ് അതൊക്കെ. അപ്പോ ബ്ലഡ് ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരത്തിലെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രാവകങ്ങളെയാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. Then what are the constant of blood? അല്ലെ, ബ്ലഡിലെ കമ്പോണൻസ് നിങ്ങൾ മിസ് പറഞ്ഞു തന്നിരുന്നോ? ബ്ലഡിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഏതൊക്കെയാണ് കമ്പോണൻസ്? എത്ര കമ്പോണൻസ് ഉണ്ട് ബ്ലഡില്? എത്ര കമ്പോണൻസ് ഉണ്ട്? 4 കമ്പോണൻസ് ഉണ്ട്. White blood cells, plasma and platelets. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ. അപ്പോ അത്രയും കമ്പോണൻസ് ആണ്, 4 കമ്പോണൻസ് ആണ് ബ്ലഡിലുള്ളത് അല്ലെ. ഈ 4 കമ്പോണൻസ് ഇപ്പൊ നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോ ചിലപ്പോ ബ്ലഡ് ഹോൾ ബ്ലഡ് ആയിട്ടല്ല, ബ്ലഡ് ആയിട്ട് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലഡിന്റെ ഓരോ കമ്പോണൻസ് ആയിട്ടായിരിക്കും ചിലപ്പോ അവിടെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ പ്രത്യേക ഫങ്ഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ. അതുകൊണ്ടാണല്ലോ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ആ കമ്പോണന്റ് കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ആ കമ്പോണന്റ് മാത്രം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കാര്യം, ഇപ്പൊ ഹീമോഫീലിയ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഹീമോഫിലിക് പേഷ്യൻസ്, അവരെങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? അവർക്ക് എങ്ങനെയായാലും ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല അല്ലെ, അവരുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന പേഷ്യൻസ് ആണ് ഹീമോഫിലിക് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കേസിലാണെങ്കിൽ അവർക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലേ അവിടെ വേണ്ടത് അല്ലെ. അപ്പൊ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് കമ്പോണന്റ് ഉണ്ടോ? ആ കമ്പോണന്റിനെയാണ് നമ്മൾ അവിടെ ട്രാൻസ്ഫ്യൂഷൻ വഴി കൊടുക്കുന്നത്. അതായത് ഹോൾ ബ്ലഡ് അല്ല കൊടുക്കേണ്ടത്, അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും ആവശ്യം അനുസരിച്ചുള്ള കമ്പോണൻസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും, ഓരോ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് കമ്പോണൻസ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താ? റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC. ഇനി ഒന്ന് എഴുതിയ നോട്ടില് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC എന്ന് എഴുതിയ നോട്ട് ചെയ്തേ, നോട്ടിലൊന്ന് നോട്ട് ചെയ്ത് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. ഇനി അതിന്റെ സയന്റിഫിക് നെയിം എന്താ? സയന്റിഫിക് നെയിം എഴുതിക്കോ. സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ്, ERYTHROCYTES
ROCYTES, erythrocytes. Scientific name erythrocytes. ERYTHROCYTES, erythrocytes. 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 Okay. Then ഇതിന്റെ ലൈഫ് സ്പാൻ, RBCയുടെ ലൈഫ് സ്പാൻ എത്രയാണ്? എത്ര ദിവസമാണ് RBCയുടെ ലൈഫ് സ്പാൻ? 120 days. 120. days. Yes, very good. 120 days ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. എഴുതിക്കോളാം, ലൈഫ് സ്പാൻ 120 days. 120 days ആണ് RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽ അല്ലെങ്കിൽ രക്തകോശം എന്ന് ചോദിച്ചാലും ഏത് തന്നെയായിരിക്കും? ഏത് തന്നെയായിരിക്കും? അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും അവിടെ നിന്ന് വരാം. അപ്പൊ ഏറ്റവും കൂടുതൽ ആയുസുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ബ്ലഡ് സെൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? RBC തന്നെയാണ് കേട്ടോ. ഓക്കെ, RBCയുടെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. RBCയുടെ പ്രധാന ഫങ്ഷൻസ്, RBC അല്ലെങ്കിൽ red blood cells, these cells transport oxygen to the tissues in the body and are commonly used to treat of anemia. Okay, അതിന്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷൻ എന്താണ് RBCയുടെ? These cells transport oxygen to the tissues. അതായത് നമ്മുടെ ബോഡിയിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ച് നൽകുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ആര് പെർഫോം ചെയ്യുന്നത്? RBC അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ RBCയുടെ ഫംഗ്ഷൻ നോട്ട് ചെയ്ത് വെക്കാം. എന്താണ്? these cells transport oxygen to the tissues in the body. ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഓക്കെ, ഒബ്ജക്റ്റീവ് ആയിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതാണ് RBCയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാല് നിങ്ങൾ ഉത്തരം കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, then are commonly used to treat of anemia. Anemic patients, അല്ലെ? അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് അനീമിയ? വിളർച്ച, ബ്ലഡ് Hemoglobin deficiency. അതെ, Hemoglobin deficiency. കൗണ്ട് നമ്മുടെ ബ്ലഡിൽ കുറയുന്ന ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെ? വിളർച്ച എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോ അനീമിക് പേഷ്യൻസിന് അവരുടെ ബോഡിയില് ബ്ലഡില് എന്താണ് RBCയുടെ അളവ് കുറവായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ അനീമിക് പേഷ്യന്റ് ആയവർക്ക് അത്രയ്ക്ക് അനീമിക് സിവിയർ കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏത് ബ്ലഡിന്റെ ഏത് കമ്പോണന്റിന്റെ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിരിക്കും നടത്തേണ്ടത്? ഏത് കമ്പോണന്റ്? RBC. കാരണം എന്താ? അവർക്ക് RBC ആണ് കുറവുള്ളത്, അല്ലെ? RBCയുടെ നമ്പർ കുറവാണ്. അപ്പൊ അവർക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യണം? RBCs അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ these are commonly used to treat of anemia, അല്ലെ? അനീമിയ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെയാണ്. ഓക്കെ, രണ്ടാമത് പറയുന്ന കമ്പോണന്റ് ഏതാ? പ്ലേറ്റ്ലെറ്റ്സ്. എഴുതുക നോട്ടില്, പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് നോട്ട് ചെയ്തേ. പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എഴുതുകയോ. സയന്റിഫിക് നെയിം ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം ആണ് thrombocytes. thrombocytes. THRO MBO CYTES. Thrombocytes. THRO MBO CYTES. Thrombocytes. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്താണ്? Thrombocytes. ഓക്കെ, ഇനി ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7 days ആണ്. എഴുതി വെച്ചോ, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7 days. ഓക്കെ, അപ്പൊ RBCയുടെ ലൈഫ് സ്പാൻ എത്ര ദിവസമായിരുന്നു? RBCയുടെ ലൈഫ് സ്പാൻ 20 days. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം, അല്ലെ? ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം എന്ന് പറയുന്നത് RBC ആണ്.
എന്നാൽ പ്ലേറ്റ്ലെറ്റ്സിൽ എത്ര ദിവസമാണ് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്? 7 days. 7 days. ആണ്. അപ്പോ 7 days ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ആയുസുള്ള രക്തകോശം എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? Platelets. പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഏറ്റവും കുറവ് ആയുസുള്ള അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ഉള്ള രക്തകോശം അല്ലെങ്കിൽ ബ്ലഡ് സെൽ എന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ നോക്കിക്കേ. They help the blood to clot and are used to treat leukemia and other forms of cancer. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സുകൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട് അല്ലെ, ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. നോട്ട് ചെയ്തോ, ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദ്യം ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഫംഗ്ഷൻസിനെ വെച്ചിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്താണ് ചെയ്യുന്നത്? ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട് അല്ലെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. Then and are used to treat leukemia and other forms of cancer. അതുപോലെ തന്നെ അത് എന്തിന്റെ ട്രീറ്റ്മെന്റിനാ ഉപയോഗിക്കുന്നത്? ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കീമിയ Cancer. ക്യാൻസർ ആണ്. എവിടെ വരുന്ന ക്യാൻസർ ആണ്? Blood. ക്യാൻസർ അല്ലെ, ബ്ലഡ് ക്യാൻസറിനെയാണ് നമ്മൾ ഈ ലുക്കീമിയ എന്ന് പറയുന്നത്. ഇനി മറ്റു ക്യാൻസർ ട്രീറ്റ്മെന്റുകളിലും നമ്മൾ പ്ലേറ്റ്ലെറ്റ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ട്രീറ്റ്മെന്റുകൾ കീമോതെറാപ്പികളോ റേഡിയേഷൻസോ ഒക്കെ നടത്തുമ്പോൾ അവിടെ പലർക്കും എന്താണ് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള പല മെഡിക്കേഷൻസും അവർക്ക് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ റെഡ് ബ്ലഡ് സെൽസ് പറഞ്ഞു, നമ്മള് പ്ലേറ്റ്ലെറ്റ്സ് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ഏതാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. എഴുതുക, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. എന്താണ് അതിന്റെ സയന്റിഫിക് നെയിം? എന്തായിരിക്കും വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അല്ലെങ്കിൽ WBCയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്? ല്യൂക്കോസൈറ്റ്സ്. വെരി ഗുഡ്, ല്യൂക്കോസൈറ്റ്സ്. എഴുതിക്കോ, ല്യൂക്കോസൈറ്റ്സ്. LEUKOCYTES. LEUKOCYTES. ല്യൂക്കോസൈറ്റ്സ്. ഓക്കെ, സയന്റിഫിക് നെയിം ല്യൂക്കോസൈറ്റ്സ്. Then ഇവിടെ ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 to 15 days ആണ്. 10 to 15 days ആണ് ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഇവരുടെ ആയുസ് എന്ന് പറയുന്നത്. 10 to 15 days. ഓക്കെ, 10 to 15 days ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ല്യൂക്കോസൈറ്റ്സ് എന്നാണ്. ക്ലിയർ ആയില്ല? 50 days ആണോ? 10 to 15, 10 മുതൽ 15 ദിവസം വരെ. ഓക്കെ, 10 to 15 days. Then പ്രധാനമായിട്ടും അതിന്റെ ഫങ്ഷൻസ് നോക്കിക്കേ. വൈറ്റ് ബ്ലഡ് സെൽസ്, these cells help in fighting infection and help the immune process. ഓക്കെ, അവിടെ ഹെൽത്ത് കഴിഞ്ഞിട്ട് ഒരു ഇമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നോട്ട്സിൽ ഇല്ലെങ്കിൽ അതൊന്ന് എഴുതി ചേർക്കുക. These cells help in fighting infection and help the immune process. അപ്പൊ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അല്ലെ, ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ എന്താ? ഇമ്മ്യൂൺ പ്രോസസ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുകയും ചെയ്യുന്ന ബ്ലഡ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്താണ്? ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് ഇവിടെ അല്ലെ, ഒരു ഡിഫെൻസീവ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിലൊക്കെ അതിനെതിരെ ഹെൽപ്പ് ചെയ്യുന്ന, അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. പ്ലാസ്മ, അടുത്തത് ഫോർത്ത് വൺ ആണ് പ്ലാസ്മ അല്ലെ. പ്ലാസ്മ എന്ന് എഴുതിക്കേ. പ്ലാസ്മ ഫോർത്ത് വൺ ആണ്, ഫോർത്ത് കമ്പോണന്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. പ്ലാസ്മ എന്ന് പറയുന്നത്,
പ്ലാസ്മയ്ക്ക് സയന്റിഫിക് നെയിം ഒന്നുമില്ല. പ്ലാസ്മ എന്ന് തന്നെ, ബ്ലഡ് പ്ലാസ്മ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ഈ ലൈഫ് സ്പാൻ ഇപ്പോ ഒരാഴ്ചയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളായിരിക്കും. അതിന് കറക്റ്റ് കൃത്യമായ കണക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പ്ലാസ്മയുടെ സയന്റിഫിക് നെയിമും ലൈഫ് സ്പാനും നിങ്ങൾ പഠിക്കേണ്ടതില്ല. ബാക്കി 3 കമ്പോണൻസിന്റെയും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ പ്ലാസ്മ എന്താണെന്ന് നോക്കിയേ. പ്ലാസ്മ ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. എന്താണ്? ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ 4 കമ്പോണൻസിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. അപ്പോ ഈ പ്ലാസ്മ എന്ന് പറയുന്ന ബ്ലഡിലെ ദ്രാവക ഭാഗത്തിലാണ് റെഡ് ബ്ലഡ് സെൽസ്, അതായത് RBC, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC, പ്ലേറ്റ്ലെറ്റുകളെല്ലാം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്ലാസ്മയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിലെ ദ്രാവക ഭാഗമാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ട് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിനുള്ളിലാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റുകളൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, then plasma is required to carry the many part of the blood through the blood stream. Okay, അപ്പോ ബ്ലഡ് സ്ട്രീം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രക്തപ്രവാഹം അല്ലെ, ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നത് രക്തപ്രവാഹം. ആ ബ്ലഡ് എന്താണ്? എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് പോകുന്നുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് പോകുന്നുണ്ട്. അപ്പൊ ഈ ബ്ലഡ് പോകുന്നത് പ്ലാസ്മ ആണ്. ബ്ലഡിലെ ഈ ഓരോ കമ്പോണൻസിനെയും ഓരോ ബോഡി പാർട്സിലേക്കും എത്തിക്കുന്നത് ഈ പ്ലാസ്മയിലൂടെയാണ് എന്നാണ് പ്ലാസ്മയുടെ പ്രധാന ഫംഗ്ഷനിൽ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടാണ് ബ്ലഡിലെ. അതിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താ? ഈ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം ഒരു മനുഷ്യന്റെ ബോഡിയിലെ ആ രക്തപ്രവാഹത്തില് ഓരോ പാർട്ടിലും അല്ലെ, ഓരോ ഓർഗൻസിലും ബ്ലഡ് എത്തുന്നുണ്ട്. ആ ഓരോ പാർട്ടിലും, ബോഡിയുടെ ഓരോ പാർട്ടിലേക്കും ഈ ബ്ലഡ് എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് അല്ലെ. പ്ലാസ്മയിലാണ് ഈ RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും ഉള്ളത്. അപ്പൊ ഈ പ്ലാസ്മയാണ് ഈ ബ്ലഡിലൂടെ ഇതിനെ എല്ലാത്തിനെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ്. ഇനി പ്രധാനമായിട്ടും പ്ലാസ്മയുടെ 3 ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോ ഓപ്ഷനില് പ്ലാസ്മയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാന്ന് ചോദിക്കാം. ഇത് 3 തന്നിട്ട് ഓൾ ഓഫ് 3 എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഫങ്ഷനുകൾ വേറെ എന്തിന്റെങ്കിലും 3 കമ്പോണൻസിന്റെ ഫങ്ഷൻസ് ഇട്ടിട്ട് പ്ലാസ്മയുടെ ഫങ്ഷൻ കൂടി ആഡ് ചെയ്തിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഫീൽഡാണ്, ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്ലാസ്മയുടെ 3 ഫങ്ഷൻസും മാറാതെ പഠിച്ചു വെച്ചിരിക്കുക. ഒന്നാമത്തെ ഫംഗ്ഷൻ പറയുന്നത് എന്താ? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു അല്ലെ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാ? 120/80. ശരിയാണ്, 120/80 ആണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള നോർമൽ ബ്ലഡ് പ്രഷർ അല്ലെ, എപ്പോഴും നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു നോർമൽ റേഞ്ച് വേണം. ആ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ബ്ലഡിലെ ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ പറയുന്നത്? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. എന്താണ്? ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, രക്തം കട്ട പിടിക്കാനായിട്ട് കുറച്ച് പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫാക്ടേഴ്സ് ആവശ്യമാണ്. അതിനെ പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? പ്ലാസ്മയാണ്. ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ശരീരത്തിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും പ്ലാസ്മയാണ്. അപ്പൊ 3 പ്രധാന ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ബോഡിയിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ ബാലൻസ് ചെയ്യാനും ഈ പ്ലാസ്മ സഹായിക്കുന്നു. അടുത്തത് എന്താ പറയുന്നത്? ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF, ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എന്താണ് ആന്റി ഹീമോഫിലിക് എന്ന് പറയുന്നത്? ആന്റി ഹീമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്ലഡ് ക്ലോട്ട് ആവാത്ത അവസ്ഥ. ബ്ലഡ് ക്ലോട്ട് ആകാത്ത അവസ്ഥയാണ് ഹീമോഫിലിക് എന്ന് പറയുന്നത്. അപ്പൊ ആന്റി ഹീമോഫിലിക്കോ?
അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എന്തിന്റെ ബ്ലഡ് ക്ലോട്ട് ആകാൻ വേണ്ടി സഹായിക്കുന്ന അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആകാൻ വേണ്ടി സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിൽ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് ആണ്. എന്താണ് അവിടെ, എന്താണ് ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് നോക്കിയേ. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ, പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. അപ്പൊ എന്താണ്, ഇതൊരു പ്ലാസ്മയുടെ പോർഷൻ അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെ, ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തപ്രവാഹം അല്ലെ, ബ്ലീഡിങ് നടക്കുന്ന സന്ദർഭങ്ങളിലെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കാണപ്പെടുന്ന പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലീഡിങ് അല്ലെ, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന, ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കാണുന്ന പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു പ്ലാസ്മയുടെ ഭാഗമാണ്. അതിലെന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട്, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ ഭാഗത്തിൽ ഉണ്ടായിരിക്കുക. Then albumin, immune globulins and clotting factor concentrate may also be separated and processed for transfusion. ഇനി ഈ ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ പ്ലാസ്മയിലുള്ള കമ്പോണൻസ് ആണ്. ഓക്കെ, ഇത് പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ആണ്, ചില പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഇവയ്ക്കും ഓരോന്നിനും അതിൻ്റെതായ ചില സ്പെസിഫിക് ഫംഗ്ഷനുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടർ എടുത്തു, അപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടർ എന്തിന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, എന്താണ് ഹീമോഫിലിക് പേഷ്യൻസിനൊക്കെ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നുള്ളത് അല്ലെ. അപ്പൊ അവയെല്ലാം എന്തിനാണ്, ഇവയെല്ലാത്തിനും അവരുടേതായ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ പ്ലാസ്മയിലെ ഈ കമ്പോണൻസിനെ എല്ലാത്തിനെയും നമുക്ക് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻസ് ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെ. അപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പല ടൈപ്പിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതാ? ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക. അവ കാണപ്പെടുന്ന പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഇനി ഈ ക്ലോട്ടിംഗ് ഫാക്ടർ ആയിക്കോട്ടെ, ആൽബുമിൻ ആയിക്കോട്ടെ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആയിക്കോട്ടെ, ഇതൊക്കെ പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഈ പ്രോട്ടീൻസിനെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്യാനും പ്രോസസ് ചെയ്തെടുക്കാനും സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയായിരുന്നു? വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് താഴെ എന്തൊക്കെയാ വന്നത്? ബ്ലഡ് അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹോൾ ബ്ലഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പോണൻസ് പാർട്ട് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഓരോ കമ്പോണൻസിനും, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ റെഡ് ബ്ലഡ് സെൽസിൽ പറഞ്ഞ നമ്മള് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ RBC ആണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? എറിത്രോസൈറ്റ്സ് ആണ്. അതിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 120 days ആണ് അല്ലെ. ഇനി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ആയുസുള്ള രക്തകോശം എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയായിരുന്നു? ഈ സെൽസ് ഓക്സിജനെ അല്ലെ, ബോഡിയിലെ ടിഷ്യൂസിലുള്ള എല്ലാ ടിഷ്യൂസിലേക്കും ഓക്സിജനെ എത്തിക്കുക എന്നുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അവിടെ എന്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് RBC യൂസ് ചെയ്യുന്നത്? എന്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്? അനീമിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഏതാ? പ്ലേറ്റ്ലെറ്റ്സ് ആണ് അല്ലെ. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്താ? ത്രോംബോസൈറ്റ്സ് എന്നാണ്.
7 days ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ലൈഫ് സ്പാൻ കുറഞ്ഞ രക്തകോശം ഏതാണെന്ന് ചോദിച്ചാല് ഏതാണത്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താ? രക്തം അതെന്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ലുക്കീമിയയുടെയും അതർ ഫോംസ് ഓഫ് ക്യാൻസർ, മറ്റ് ക്യാൻസർ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രത്യേകത എന്താ? വൈറ്റ് ബ്ലഡ് സെൽസ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താണ്? ലൂക്കോസൈറ്റ്സ് ആണ്. ഓക്കെ, അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ അല്ലെ. ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുകയും ഇമ്മ്യൂൺ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. അതായത് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുകയും ചെയ്യുന്നു. പ്ലാസ്മയുടെ കാര്യം പറഞ്ഞാൽ എന്താ? പ്ലാസ്മ എന്ന് പറയുന്നത് ബോഡി ബ്ലഡിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്, ഒരു ദ്രാവക ഭാഗമാണ്. ഈ പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ളവ കാണപ്പെടുന്നത് അല്ലെ. ദെൻ പ്ലാസ്മയിലാണ് എന്താണ്? പ്ലാസ്മ വേണം അല്ലെ. ഈ ബ്ലഡില് പ്ലാസ്മയിലൂടെയാണ് ഓരോ ബോഡി പാർട്സിലേക്കും ഈ RBC ആയിക്കോട്ടെ, WBC ആയിക്കോട്ടെ, പ്ലേറ്റ്ലെറ്റ്സ് ആയിക്കോട്ടെ എല്ലാം എത്തുന്നത്. പ്ലാസ്മയുടെ 3 ഫങ്ഷൻസ് പറഞ്ഞു അല്ലെ. എന്തൊക്കെയായിരുന്നു 3 ഫങ്ഷൻസ്? ഹെൽപ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, അതായത് എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ദെൻ പ്രൊവൈഡ് പ്രോട്ടീൻസ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സോഡിയം ആൻഡ് പൊട്ടാസ്യം ലെവൽ, നമ്മുടെ ബോഡിയിലെ സോഡിയം ആൻഡ് പൊട്ടാസ്യം ലെവലിനെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. എന്താണ് ക്രയോ പ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറഞ്ഞത്? അതായത് ഇത് പ്ലാസ്മയുടെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഭാഗമാണ് അല്ലെ. പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് എന്താണ് ഉണ്ടാവുന്നത്? കണ്ടെയ്നിങ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ് അല്ലെ. ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയ പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോ പ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ആൽബുമിൻ ആയിക്കോട്ടെ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആയിക്കോട്ടെ, പ്രോട്ടീൻ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവയെല്ലാം പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ആണ്. അവ എന്തിനെ സഹായിക്കുന്നു? അതായത് ഓരോ രോഗത്തിനും ഇവ ഓരോ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ രോഗികൾക്കും വ്യത്യസ്തമായ ഫാക്ടേഴ്സ് ആയിരിക്കും വേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ എല്ലാത്തിനെയും നമുക്ക് പ്ലാസ്മയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പ്രോസസ് ചെയ്തെടുക്കാനും ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയിരുന്നോ? Yes, ma'am. Okay. Then what is mean by blood transfusion? എന്താണ് blood transfusion? Blood ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഷിഫാനത്ത് ഒന്ന് പറഞ്ഞേ. ഷിഫാനത്ത്, ബ്ലഡ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വെരി ഗുഡ്, ശരിയാണ്. അപ്പൊ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളി എങ്ങനെ പറയാം? ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെ. അപ്പൊ ആ ബ്ലഡ് നൽകുന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബ്ലഡ് ഡോണർ. ശരിയാണ്. ഇനി ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ശരി. അപ്പോ നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടിപ്പിക്കലി blood transfusion is the process in which blood components are transferred from one person, that is donor, into the bloodstream of another person, that is recipient അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ് ആണ് അല്ലെ, ഒരു പ്രക്രിയയാണ്. എന്താണ്? ബ്ലഡ് കമ്പോണൻസ്, ഒരു പേഴ്സന്റെ ബ്ലഡിലുള്ള ബ്ലഡ് കമ്പോണൻസിനെ, ആ വ്യക്തിയെ നമ്മൾ എന്താ പറയാ? ഡോണർ എന്ന് പറയുന്നു അല്ലെ. ആ ഡോണറിന്റെ ബ്ലഡിലുള്ള ബ്ലഡ് കമ്പോണൻസിനെ മറ്റൊരു പേഴ്സന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡോണർ അല്ലെങ്കിൽ നൽകുന്ന വ്യക്തിയിൽ നിന്നും സ്വീകരിക്കുന്ന വ്യക്തിയുടെ ബ്ലഡിലേക്ക് ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡോണറിൽ നിന്നും റെസിപ്പിയന്റ് ബ്ലഡിലേക്ക് ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. Then it comes into acts especially as a life-saving process for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. That means the blood transfusion is considered as a noble cause. അപ്പോ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് അല്ലെ. ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാല് എന്താണ് ബ്ലീഡിങ്ങുകൾ അല്ലെ, എന്തെങ്കിലും ആക്സിഡന്റുകളോ അല്ലെങ്കിൽ സീരിയസ് സർജറീസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ബ്ലീഡിങ് വഴി നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആക്സിഡന്റ്സ് ഒക്കെ വഴിയാണെങ്കിലും അങ്ങനെ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒരുപാട് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമാകും അല്ലെ. അതുകൂടാതെ ബോൺ മാരോ ഡിപ്രഷൻ. എന്താണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് നോക്കിയേ. ബോൺ മാരോ എന്ന് പറയുന്നത് അസ്ഥിമജ്ജ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അസ്ഥിമജ്ജ ഈ നമ്മുടെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഈ 3 ബ്ലഡ് സെൽസും നിർമ്മിക്കപ്പെടുന്നത് ഈ ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ബോൺ മാരോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ അസ്ഥിമജ്ജ എന്ന് പറയുന്നു. ഈ ബോൺ മാരോയിൽ വെച്ചിട്ടാണ് RBCയെയും WBCയെയും പ്ലേറ്റ്ലെറ്റ്സിനെയും നിർമ്മിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബോൺ മാരോയുടെ പ്രവർത്തനം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഈ സെൽസ് ഉണ്ടാകുന്നതിന്റെ നമ്പർ കുറയും അല്ലെ. അപ്പൊ ബോൺ മാരോയിൽ എന്തെങ്കിലും പ്രവർത്തനം, ബോൺ മാരോയിലെ പ്രവർത്തനം കുറയുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള ബ്ലഡിലുള്ള ഈ ബ്ലഡ് സെൽസിന്റെ എണ്ണവും കുറയാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ബോൺ മാരോ ആ ഒരു കണ്ടീഷനെയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോൺ മാരോയുടെ പ്രവർത്തനം കുറയുമ്പോൾ ബോൺ മാരോയിൽ ഉണ്ടായിരുന്ന ഈ RBCയുടെ ആയിക്കോട്ടെ WBCയുടെ ആയിക്കോട്ടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ ആയിക്കോട്ടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറയുന്നു. അപ്പൊ അതെന്താണ് ബോൺ മാരോ എന്ന് പറയുന്നത്? എന്താണ്? അസ്ഥിയുടെ ഉള്ളിലെ മജ്ജയാണ്. അതായത് ഒരു അസ്ഥികളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് അസ്ഥി മജ്ജ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബോൺ മാരോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോൺ മാരോയിലാണ് ഈ 3 കമ്പോണൻസും ഉണ്ടാകുന്നത്, ഈ സെൽസും ഉണ്ടാകുന്നത്. അപ്പൊ ഈ സെൽസ് എന്താണ്? ഈ ബോൺ മാരോയുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ സെൽസിന്റെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സെൽസ് ഉണ്ടാക്കുന്നതിന്റെ പ്രവർത്തനവും കുറയും. അതുവഴി അത് ബ്ലഡിൽ എന്ത് ചെയ്യും? ഈ കമ്പോണൻസിന്റെ നമ്പർ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടായാലും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുകയും, ഇപ്പൊ ബ്ലീഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ വരികയാണെങ്കിൽ ഈ ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ് അല്ലെ. ഇതൊരു ജീവൻ രക്ഷാ മാർഗമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോബൽ കോസ് ആണ്, അതായത് ഒരു മഹത്താരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്രയുമാണ് വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് പറയുന്നത്? ഒരു ഡോണർ, അതായത് ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സന്റെ ബ്ലഡ് സ്ട്രീമിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ അല്ലെ, അതായത് ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ലൈഫ് സേവിങ് പ്രോസസ് ആണ് അല്ലെ. അതായത് എന്തൊക്കെ രീതിയിലാവാം? എന്തെങ്കിലും ബ്ലീഡിങ്ങുകൾ വഴി ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടവർക്കാവാം, അല്ല എങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ അല്ലെ, ഡിപ്രഷൻ ഓഫ് ബോൺ മാരോ. ഞാൻ പറഞ്ഞു എന്താണ്? അസ്ഥിയുടെ ഉള്ളിലെ മജ്ജയാണ് അസ്ഥിമജ്ജ അല്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അസ്ഥിയുടെ ഉള്ളിലുണ്ടാകുന്ന സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. അതിനുള്ളിൽ വെച്ചിട്ടാണ് RBC, WBC പ്ലേറ്റ്ലെറ്റുകളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ അസ്ഥിമജ്ജയുടെ പ്രവർത്തനം അവിടെ കുറയുമ്പോൾ, പ്രവർത്തനം എന്തെങ്കിലും രീതിയിൽ കുറയുമ്പോൾ അവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന സെൽസിന്റെ നമ്പറും കുറയാൻ തുടങ്ങും. അപ്പൊ അത് ബ്ലഡിൽ എന്തുണ്ടാവും? ഇങ്ങനെയുള്ള കമ്പോണൻസ് കുറവായിരിക്കും. RBC ആയിക്കോട്ടെ, WBC ആയിക്കോട്ടെ, പ്ലേറ്റ്ലെറ്റ്സ് ആയിക്കോട്ടെ, അതിന്റെ നമ്പർ എന്താണ്? ബ്ലഡിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലും ഈ ലൈഫ് സേവിങ് പ്രോസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നോബൽ കോസ് ആണ് അല്ലെ, മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് അല്ലെ. എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് ആയത്? The blood bank services act as the universal point as they collect, test and store all types of blood. They watchfully test the blood for any signs of infection. ഇപ്പൊ ബ്ലഡ് ബാങ്കുകൾ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് സർവീസുകൾ എന്ന് പറയുന്നത് ഇതൊരു യൂണിവേഴ്സൽ പോയിന്റ് ആണ്. അതായത് എല്ലാ തരത്തിലുള്ള, എല്ലാ ഗ്രൂപ്പിലുമുള്ള, എല്ലാ ടൈപ്പിലുമുള്ള ബ്ലഡുകളെ കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുന്നു, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാ ബ്ലഡ് ടൈപ്പിനെയും കുറിച്ച് പറ്റിയുള്ള ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ പോയിന്റ് ആണ് ഈ ബ്ലഡ് ബാങ്ക് സർവീസ് എന്ന് പറയുന്നു. Then they watchfully screen, test the blood for any signs of infection. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഇവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
Then other than screening of infection, ഉണ്ടോ എന്ന് നോക്കും. അത് കൂടാതെ എന്തൊക്കെ ചെക്ക് ചെയ്യും? ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് അല്ലെ, വെദർ ടൈപ്പ് എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്നുള്ളത് ആദ്യം ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യും. Then whether RH പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലെ, RH നെഗറ്റീവ് ആണോ, RH പോസിറ്റീവ് ആണോ ബ്ലഡ് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. Then compatibility testing is done to find out if particular unit of blood can be transferred safely into the certain patients. Okay, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു compatibility testings, അതായത് അനുയോജ്യമാണോ, ഈ രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകളും തമ്മിൽ അനുയോജ്യമാണോ അല്ലെങ്കിൽ യോജിച്ചവയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് compatibility ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പേഷ്യന്റിന് ഒരാളുടെ ബ്ലഡ് മറ്റൊരു പേഷ്യന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ആ കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗിൽ എന്താണ്, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ് അല്ലെ, ഒരു ഇത്ര യൂണിറ്റ് ഓഫ് ബ്ലഡ് ആണ് അവർക്ക് ആവശ്യം. ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ് സേഫ് ആയിട്ട് ഒരു പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അത് അത്രയും സേഫ് ആണോ അവിടെ ആ ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് ഈ കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് രണ്ട് ബ്ലഡുകളും അനുയോജ്യമാണോ, രണ്ട് പേഴ്സൺസിന്റെയും ബ്ലഡുകൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആയിട്ടാണോ അവരുടെ കമ്പോണൻസ് ഉള്ളത് എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നോക്കിയേ, നോട്ട് ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെങ്കിൽ യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ who can transfer your blood to almost everyone, and if your blood type is AB positive you act as a universal recipient. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം ഒരു ബോക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ആരായിരുന്നു യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്? ഏത് ഗ്രൂപ്പ് ആയിരുന്നു? O ഗ്രൂപ്പ് ആയിരുന്നു. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ഏത് ഗ്രൂപ്പ് ആയിരുന്നു? AB ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? നിങ്ങളുടെ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ്. ക്വസ്റ്റ്യൻസില് എപ്പോഴും O നെഗറ്റീവിന്റെ ഓപ്ഷൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ AB പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഓപ്ഷൻസുകൾ ഉണ്ടാവും. അപ്പൊ എപ്പോഴും മാറിപ്പോവാണ്. ഗ്രൂപ്പാണ്, ഏത് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ് യൂണിവേഴ്സൽ ഡോണർ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിച്ചാല് O നെഗറ്റീവ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് തന്നെ എഴുതണം കേട്ടോ. അത് മാറിപ്പോവരുത്. എന്താണ് ഗ്രൂപ്പാണ്, ഏത് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് O ആണ്. ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് O നെഗറ്റീവ് ആണ്. എബിയുടെ കേസ് എടുത്തേ. AB ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB ആണ് അല്ലെ. AB അല്ലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഗ്രൂപ്പിൽ വരുന്നത് ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ബ്ലഡ് ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലഡ് ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഏതാണ് എഴുതേണ്ടത്? AB പോസിറ്റീവ് ആണ്. ഓക്കെ, അത് അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മാറിപ്പോവാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ Oയും AB എന്ന് എഴുതുക. ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാല് O നെഗറ്റീവും AB പോസിറ്റീവുമാണ്. Okay, then however any mismatch between the blood type can prove fatal, causing death, so blood test must be done carefully. അപ്പൊ എന്താണ് ഈ ബ്ലഡ് ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള മിസ്മാച്ചുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന് എന്ത് പറ്റാം? ചിലപ്പോ മരണം വരെ സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റുകൾ മസ്റ്റ് ആയിട്ടും എങ്ങനെയുള്ളതായിരിക്കും? കെയർഫുള്ളി അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ O നെഗറ്റീവിന്റെയും AB പോസിറ്റീവിന്റെയും നമുക്ക് രണ്ട് കണ്ടീഷൻസ് വെച്ച് നമുക്ക് പഠിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇപ്പോ ഇത്രയും നമുക്ക് നിർത്തുകയാണ്. എന്തൊക്കെയാണ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. മിസ്, O പോസിറ്റീവ് അപ്പോ ഡോണർ ആയിട്ട് യൂണിവേഴ്സൽ ഡോണർ ആവില്ല? അതാണ് ഞാൻ പറഞ്ഞത്. O നെഗറ്റീവിന്റെയും AB പോസിറ്റീവിന്റെയും കാര്യം നമുക്ക് ഇപ്പോ ഈ ഒരു 10 മിനിറ്റ് വേണം അത് നമുക്ക് സംസാരിച്ചത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ആ ഒരു പോർഷൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പുള്ള പോർഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ട്
മിസ്സിന്റെ ഈ ബോൺ മാരോ എന്താന്ന് പറയൂ? ബോൺ മാരോ എന്ന് പറയുന്നത് അസ്ഥിമജ്ജ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. അതായത് ബോൺസിലെ നമ്മുടെ ബോൺസിനുള്ളിലെ സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ഈ ബോൺ മാരോ എന്ന് പറയുന്നത്. ഓക്കെ, ബോൺസിനുള്ളിലെ സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ഈ ബോൺ മാരോ. ഓക്കെ, അസ്ഥിമജ്ജ, അസ്ഥിനുള്ളിലെ മജ്ജ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. അതിനുള്ളിൽ ഈ ബോൺ മാരോയിൽ വെച്ചിട്ടാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റുകളുടെ നിർമ്മാണം നടക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? പ്ലാസ്മയില് പ്ലാസ്മയുടെ നമുക്ക് ഇതില്ല, സയന്റിഫിക് നെയിം ഇല്ല പ്ലാസ്മയ്ക്ക്. പ്ലാസ്മയുടെ നമ്മൾ ബ്ലഡ് പ്ലാസ്മ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നതും കൃത്യമായിട്ടൊരു കറക്റ്റ് കണക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാക്കി 3 എണ്ണത്തിനും കറക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് പ്ലാസ്മയുടെ ലൈഫ് സ്പാനിൽ നിന്ന് എന്തായാലും ഉണ്ടാവാറില്ല. ഓക്കെ, വൈറ്റ് ബ്ലഡിനെ ഒന്ന് പറയാമോ മാം? വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം എന്താ? വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എന്താണ് സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്? Leukocytes. ലൂക്കോസൈറ്റ്സ്. യെസ്, അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര ദിവസമാണ്? 10 to 15 days. മുതൽ 15 ദിവസം വരെയാണ് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ തടയിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസുകളാണ്. അതായത് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് സെൽസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ, പുറമേ നിന്നുള്ള എന്തെങ്കിലും രോഗബാധ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ തടയുന്നു അല്ലെങ്കിൽ ഡിഫെൻസീവ് മെക്കാനിസം ഡിഫെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അതെന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? Clear, ma'am. Okay, ma'am. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാ കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. യെസ് മാം, പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ O നെഗറ്റീവിന്റെയും AB പോസിറ്റീവിന്റെയും കാര്യം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. Okay, ma'am. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ജസ്റ്റ് എന്നൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, Okay, ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Hello. Hello.